ടൂൺസിൽ അടുത്തു വന്നിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മരത്തിൻ്റെ ചില്ലയിൽ നിന്നും ഒരു പക്ഷി പറന്നു പോകുന്ന ഒരു ചിത്രമാണ് നമുക്ക് ഒരു അനിമേഷനാണ് നമുക്ക് ചിത്രീകരിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഓപ്പൺ ടൂൾസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ തുറക്കുക. തുറന്നു വരുന്ന ജാലകത്തിൽ ന്യൂ സീൻ എന്നുള്ളത് കാണും. ആ ന്യൂ സീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ സീൻ നെയിം എന്നുള്ളത് സീൻ 1 ആയിട്ട് നമ്മൾ മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ക്യാമറ സൈസ് HD 720 പിക്സലാക്കിയിട്ടും ഫ്രെയിം റേറ്റ് 12 ആക്കിയിട്ടും മാറ്റിയതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് സീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അതിനെ ആനിമേഷൻ മോഡിലേക്ക് മാറ്റുകയും അതിലെ എക്സ് ഷീറ്റിൽ 1-ാമത്തെ സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഹോമിൽ കിടക്കുന്ന exam10 ഡോക്യുമെന്റ്സിൽ ഓപ്പൺ ടൂൾസ് എന്ന് പറയുന്ന ഫോൾഡറിൽ scene1.png എന്ന് പറയുന്ന ഫയല് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ചെയ്യുക. വീണ്ടും ലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് നമ്മുടെ ഫയലിലേക്ക്, നമ്മുടെ ഓപ്പൺ ടൂൾസിലേക്ക് വരും. അതിനുശേഷം അതിനെ റിപ്പീറ്റ് ചെയ്യുക. 60 ഫ്രെയിമിലേക്കാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. കാരണം ഒരു സെക്കൻഡിൽ 12 ഫ്രെയിം റേറ്റ് ആണെങ്കിൽ 5 സെക്കൻഡിൽ 12 × 5 60 സെക്കൻഡാണ്, 60 ഫ്രെയിമാണ് വേണ്ടി വരുന്നത്. അടുത്തതായി എക്സ് ഷീറ്റിൽ അടുത്ത കോളം സെലക്ട് ചെയ്യുകയും അതിൽ 1-ാമത്തെ ഫ്രെയിമിൽ റൈറ്റ് ക്ലിക്ക് അടിച്ച് ഓപ്പൺ ടൂൾസിൽ നിന്നും bird.png എന്ന് പറയുന്ന ഫയൽ ലോഡ് ചെയ്യുകയും വീണ്ടും ലോഡ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ ബേർഡിന്റെ 6 സീക്വൻസുകൾ നമ്മുടെ ഇന്റർഫേസിലേക്ക്, നമ്മുടെ ഓപ്പൺ ടൂൾസിലേക്ക് വരും. ഈ 6 ഫ്രെയിമുകളും ഒരുമിച്ച് സെലക്ട് ചെയ്യുക. 1-ാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് അമർത്തി 6-ാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ 6 ഫ്രെയിം സെലക്ട് ആവുകയും ഈ 6 ഫ്രെയിമിനെ 60 ഫ്രെയിമിലേക്ക് റിപ്പീറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിച്ച് മാറ്റാവുന്നതും ആണ്. അടുത്തതായി പക്ഷിക്ക് ആനിമേഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആനിമേഷൻ ടൂൾ എടുക്കുക. അതിലെ പൊസിഷൻ എടുത്ത് പക്ഷിയുടെ സ്ഥാനം മരത്തിന്റെ ചില്ലയിലേക്ക് കൊണ്ടുവയ്ക്കുക. അതിനുശേഷം സ്കെയിൽ ടൂൾ എടുക്കുക. പക്ഷിയുടെ വലിപ്പം ക്രമീകരിക്കുക. അതിനുശേഷം വീണ്ടും പൊസിഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചില്ലയിലേക്ക് അടുപ്പിച്ചു വെക്കുക. അതിനുശേഷം 60-ാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പക്ഷിയെ ഇടത്തെ ഭാഗത്ത് നിന്ന് വലത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കുക. കൊണ്ടുപോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വലിപ്പം ക്രമീകരിക്കാവുന്നതാണ്, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അങ്ങനെ 60-ാമത്തെ ഫ്രെയിമിലേക്ക് എത്തുമ്പോൾ പക്ഷി ഇടത്തെ ഭാഗത്ത് നിന്ന് വലത്തെ ഭാഗത്തേക്ക് പറക്കുന്നതായിട്ട് രീതിയിൽ ആണ് നമ്മൾ പക്ഷിയെ കൊണ്ടുപോയി വെക്കുന്നത്. 60-ാമത്തെ ഫ്രെയിമിലേക്ക് എത്തിയപ്പോൾ പക്ഷീനെ നേരെ വലത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം പ്ലേ ബട്ടൺ അമർത്തി നോക്കി കഴിഞ്ഞാൽ കാണാം പക്ഷി ഇടത്തെ ഭാഗത്ത് നിന്ന് വലത്തെ ഭാഗത്തേക്ക് പറന്നു പോകുന്നതായിട്ടുള്ള രംഗം. ഇത്ര ചെയ്തു കഴിഞ്ഞാൽ ആനിമേഷൻ പൂർത്തിയായി. ചോദ്യത്തിൽ മ്യൂസിക് ചേർക്കാനും പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി എക്സ് ഷീറ്റിലെ അടുത്ത കോളം സെലക്ട് ചെയ്യുകയും അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് ഓപ്പൺ ടൂൾസിൽ തന്നിട്ടുള്ള മ്യൂസിക് എടുത്ത് അത് ലോഡ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ആ മ്യൂസിക് നമുക്ക് തന്നിട്ടുള്ള എക്സ് ഷീറ്റിലെ ഫ്രെയിമിൽ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ 60 ഫ്രെയിം വരെയാണ് നമുക്ക് വീഡിയോ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 60-നേക്കാളും കൂടുതൽ ഫ്രെയിമുകൾ മ്യൂസിക് ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള ഫ്രെയിമുകൾ നമുക്ക് 61-ാമത്തെ ഫ്രെയിം മുതൽ ബാക്കിയുള്ള ഫ്രെയിമിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ 60 ഫ്രെയിമിലേക്കുള്ള ആനിമേഷനിൽ മ്യൂസിക് നമുക്ക് ലഭിക്കുന്നതാണ്.
അതിനുശേഷം റെൻഡറിൽ പോയി ഫാസ്റ്റ് റെൻഡർ ടു MP4 എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്യുകയും അങ്ങനെ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ MP4 ഫയലായിട്ട് ലഭിക്കും നമുക്ക്. അങ്ങനെ കിട്ടിയിട്ടുള്ള ആ MP4 ഫയലിനെ നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മൾ രജിസ്റ്റർ നമ്പർ _bird flying എന്നുള്ള രീതിയിലേക്ക് റീനെയിം ചെയ്യേണ്ടതുണ്ട്. ഡെസ്ക്ടോപ്പിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള സീൻ 1 എന്ന് പറയുന്ന വീഡിയോ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആനിമേഷൻ വീഡിയോ അവിടെ കാണാൻ സാധിക്കും. പിന്നീട് അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം ചെയ്യണം. റീനെയിം ചെയ്യുന്ന രീതി രജിസ്റ്റർ നമ്പർ _bird flying എന്നുള്ള പേരിലാണ് റീനെയിം ചെയ്യേണ്ടത്. അത് റീനെയിം ചെയ്യുക. ചെയ്തതിന് ശേഷം exam 10 പ്രോഡക്റ്റിലേക്കാണ് അതിനെ കോപ്പി ചെയ്യേണ്ടത്. ബേർഡ് ഫ്ലൈയിങ് എന്നുള്ള പേരിൽ റീനെയിം ചെയ്തു. അതിനുശേഷം അതിനെ കോപ്പി ചെയ്യുക. എന്നിട്ട് ഹോമിലെ exam 10 പ്രോഡക്റ്റ് എന്നുള്ള ഫോൾഡർ തുറന്ന് അതിനെ അതിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആനിമേഷൻ പൂർത്തിയാവുകയുള്ളൂ.